ഒരു പുതിയ പ്രൊജക്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് 3D എങ്ങനെ ആക്കാൻ നോക്കാമേ. ബേസിക് 3D എന്ന് പറഞ്ഞ് ഞാൻ ഇതിന് ടൈറ്റിൽ ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ ക്രിയേറ്റ് കൊടുത്തു. ദിസ് പ്രോജക്റ്റ് ഓൾറെഡി എക്സിസ്റ്റ്. ഞാൻ തൽക്കാലം റീപ്ലേസ് കൊടുക്കുക. റീപ്ലേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിലോട്ട് കയറിപ്പോവും. നമുക്ക് ആ ബേസിക് 3D എന്നുള്ള എഫക്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇതിനെ വലിച്ചിടുന്ന സമയത്ത് നമുക്കിത് കാണത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ന്യൂ ഐറ്റം, അതിൻ്റെ അകത്തൊരു കളർ മാറ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഒരു പ്രോജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രീമിയറിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഒന്നും വലിച്ചിടാനും പറ്റില്ല, ടെക്സ്റ്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ന്യൂ ഐറ്റത്തിൻ്റെ അകത്ത് ഒരു കളർ മാറ്റ് ഇട്ട് കൊടുക്കുക. അത് ഒന്നുമില്ല, ഒരു ഡീഫോൾട്ട് കളർ മാറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കളർ മാറ്റ് കിട്ടും. അതിനെ വലിച്ചം കിട്ടു കൊടുത്താൽ മതി. ഒന്നുമില്ല, അതൊരു BG ആയിട്ട് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. BG ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് എടുക്കുമ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ടെക്സ്റ്റ് എടുക്കാം. ഇവിടെ നിന്ന് ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് ടൈപ്പ് ടൂളിൽ ജസ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്താലും മതി, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ് ബേസിക് 3D എന്ന് ടൈപ്പ് ചെയ്യാണ്. BASIC ബേസിക് 3D. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഇല്ല, 3 വീണിട്ടില്ല, അതാണ് പ്രശ്നം. 3D ഓക്കെ. അപ്പോൾ ബേസിക് 3D എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് നമുക്കൊരു എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ബേസിക് 3D ഇതാ അടക്കുന്നു. ബേസിക് 3D എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ബേസിക് 3D. വെറുതെ ബേസിക് എന്ന് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. BASIC എന്ന് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കിടക്കുന്നത് പെർസ്പെക്റ്റീവിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് സെർച്ച് ചെയ്താലും മതി, കുഴപ്പമില്ല. അല്ല, അതിനെക്കാട്ടി ബേസിക് 3D സെർച്ച് ചെയ്യുക. എന്നിട്ട് വലിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക, ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബേസിക് 3D ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിനെ സ്ട്രിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും ഇതൊരു പെർസ്പെക്റ്റീവായി, ഒരു ആക്സിസ് നമുക്ക് 3Dയിൽ കാണാൻ പറ്റുന്ന ഒരു ആക്സിസ് ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം. അതേപോലെ ഇതിൻ്റെ അകത്ത് സൂം ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സൂം ആക്കാം. കണ്ടോ, സൂം ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വല്പം കൂടെ ഒന്ന് കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഞാൻ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയും. കണ്ടോ, Z ആക്സിസും കൂടെ ഇപ്പോൾ ഉണ്ട് ഇതിന്. Xും Y മാത്രമേ ഉള്ളായിരുന്നു. അതായത് Y എന്ന് പറയുന്നത് ഇങ്ങോട്ട്, X എന്ന് പറയുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഒരു Z ആക്സിസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, സ്ട്രിൽ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടിൽറ്റ്, നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ടു ഇമേജ് എന്ന് വെച്ചാൽ സൂം പോലെ തന്നെയാണ് ഡിസ്റ്റൻസ് ടു ഇമേജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതിൻ്റെ അകത്ത് ഡ്രോ പ്രിവ്യൂ വയർ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം. ഇപ്പോൾ ടെക്സ്റ്റും കൂടെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ടെക്സ്റ്റിൻ്റെ അകത്ത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സാധാരണ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. വലുതാക്കണോ ചെറുതാക്കണോ എന്നുള്ള കാര്യം അത് നമ്മൾ വേണ്ട, അതൊന്നും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ്: ടിൽറ്റ്, ഡിസ്റ്റൻസ് ടു ഇമേജ്. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റെസൊല്യൂഷൻ സ്വല്പം കൂടെ ഇതൊന്ന് കുറയ്ക്കുന്നു. ഓക്കെ, സൂം ഒന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ആ ഒരു ബേസിക് 3D ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്കൊരു നമുക്കൊരു ഡിസ്റ്റർബൻസ് പോലെയാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 25 ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഒരു വര ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടന്നോട്ടെ, ഔട്ട്പുട്ടിൽ ആ ഒരു പ്രോബ്ലം വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് 3D ഒന്ന് അനിമേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ടു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഡിസ്റ്റൻസ് ടു ഇമേജിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഡിസ്റ്റൻസ് ആദ്യം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരട്ടെ. മൈനസ് അടിച്ചിട്ട് നല്ലവണ്ണം ഒരു -200 വല്ലതും കൊടുക്കാം. ആയിട്ടില്ല, സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ അതിൻ്റെ പൊസിഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴേക്ക് മൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, ബേസിക് 3D സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ആ ഗ്രാഫിക്കിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ടെക്സ്റ്റിൻ്റെ ഇതൊരു വലിയൊരു ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ്, വേറെ മാർഗമുണ്ട്. തൽക്കാലം നമുക്കിത് മതി, ഇങ്ങനെ ഇരുന്നോട്ടെ. തൽക്കാലം നമുക്ക് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇങ്ങനെ മതി. ഡിസ്റ്റൻസ് ടു ഇമേജിന് ഞാൻ ഒരു കീ ഇട്ടിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടു ഇമേജിൻ്റെ കീ അടക്കുന്നു. ഇതാണ് ഡിസ്റ്റൻസ് ടു ഇമേജിൻ്റെ കീ. ഇവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഒരു 10 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം നമുക്ക് കിട്ടും. ഇങ്ങനെ
ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ചെയ്യാം. എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് ടെക്സ്റ്റ് നോക്കുമ്പോൾ നോക്കാം എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന്. ഓക്കെ, ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രം പ്ലേ ആയാൽ പോരാ, എനിക്കിതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈസി ഇൻ. ഓക്കെ, ഇന്ന് പിടിച്ചിട്ട് ഞാൻ സ്വല്പം കൂടെ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു ഫോഴ്സിന് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഒന്ന് 3D ആണെന്നുള്ളൊരു ഫീലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. അതിന് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യേണ്ട, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം, മൂവ് ചെയ്ത്. അപ്പോൾ ഒരു കാര്യമുണ്ട് കണ്ടോ, ഇത് ഫുൾ റെസൊല്യൂഷനിലാണ് കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ആ റെസൊല്യൂഷൻ ഇവിടെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം, ഇവിടെ മാറ്റിയിട്ട് 1/4 ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടി നമുക്ക് സ്വല്പം കൂടെ ഒന്ന് ഇങ്ങനെ ചരിച്ചു കൊടുക്കാം. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതിന് നമുക്കൊന്ന് ടിൽറ്റ് ചെയ്യാം. സുരലിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു, എന്നിട്ട് സ്വല്പം ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോകണ ഒരു ഫീൽ കിട്ടും, ഇവിടെ നിന്ന് ഇങ്ങനെ. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്കൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ടിൽറ്റായി. വേണമെങ്കിൽ സ്വല്പം കൂടെ മൂവ് ചെയ്യാം. അപ്പോൾ ആ ഒരു 3D ഫീലും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യണമെങ്കിലും നമുക്കതിനെ ടിൽറ്റ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഈ രണ്ട് മോഷനും കഴിഞ്ഞിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു ടിൽറ്റ് കൊടുത്തു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കീ ഫ്രെയിമേ. അപ്പോൾ സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഒരു അനിമേഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മൂവ് ചെയ്തിട്ട് ഞാൻ ഇതിനെയും കൂടെ ഒന്ന് ജസ്റ്റ് ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും കൂടെ കയറി വരുന്നു, അതിനുശേഷം ആ ഒരു ടിൽറ്റിൻ്റെ അനിമേഷൻ കൂടെ കയറി വരുന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ടിൽറ്റ് നമുക്ക് വേറെ ഇതിൻ്റെ ഇടയിൽ ഇടണമെങ്കിൽ ഇടയിൽ ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ ഇത്രയും അനിമേഷൻ ഒരുമിച്ചായിരിക്കും വരുന്നത്. ഇത് വന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിൽറ്റായി, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിൻ്റെ അകത്തൊരു പൊസിഷനും കൂടെ നമുക്ക് അനിമേറ്റ് ചെയ്ത് വിടാം. കാരണം ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പൊസിഷൻ വരുന്നത്. കണ്ടോ, എവിടെയാണ് പൊസിഷൻ മീൻസ് ഡിസ്റ്റൻസ് ടു ഇമേജ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ടു ഇമേജ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇത് വരെ വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ സ്വല്പം അങ്ങ് നീക്കി കൊടുത്താൽ മതി. ഇതിനെയും സ്വല്പം കൂടെ അങ്ങ് നീക്കി കൊടുത്താൽ മതി. ഇനി പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ടിൽറ്റ് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗമുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് എല്ലാ ഒബ്ജക്റ്റിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫയൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് എടുക്കാം. സ്റ്റോപ്പിൻ്റെ അകത്ത് പോയിട്ട് ഈ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫോട്ടോഗ്രാഫിനെ ഞാൻ ഇവിടെ വലിച്ചിട്ടു. ഇതിവിടെ ഇടാം, മുകളിലിട്ടു. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ ഈ ഫോട്ടോഗ്രാഫിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ഞാനൊന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, സ്കെയിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് 3D ഇട്ട് നോക്കി കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കണ്ടോ, ഫോട്ടോ നമുക്കിങ്ങനെ കറക്കിയെടുക്കാം. അതേപോലെ ടിൽറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്കിയെടുക്കാം. ഡിസ്റ്റൻസ് ടു ഇമേജ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ടു ഇമേജ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ലുക്ക് ആൻഡ് ഫീൽ കിട്ടും. ഞാൻ സ്വല്പം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ മൂവ് ചെയ്യണം. ഇവിടെ വരെ ഫ്ലിപ്പായി പോലെ. ഓക്കെ, ഇവിടെ കീ ഇട്ടു. ഇവിടെ നിന്ന് ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നിർത്തി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ രണ്ട് മോഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 1/4 ഇട്ടിട്ട് വരെ അത് ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എഡിറ്റിൻ്റെ അകത്ത് പോയിട്ട് പ്രിഫറൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എഡിറ്റിൻ്റെ അകത്ത് പ്രിഫറൻസിൻ്റെ അകത്ത് മെമ്മറിയും ഉണ്ട്, മീഡിയ ക്യാഷും ഉണ്ട്. ഞാൻ ഈ മീഡിയ ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്യാഷിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്യാഷസ് ഒക്കെ എല്ലാം ഇതിൻ്റെ അകത്ത് കാണും. അൺനെസസറി ആയിട്ടുള്ള ഫയൽസ് എല്ലാം കാണും. ഡു നോട്ട് ഡിലീറ്റ് ക്യാഷ് ഫയൽസ് ഓട്ടോമാറ്റിക്കലി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ക്യാഷ് ഫയൽ, മീഡിയ ക്യാഷ് ഡിലീറ്റ് വെൻ ഓട്ടോമാറ്റിക് ഡിലീഷൻ ഓഫ് മീഡിയ ക്യാഷ് ഇസ് എനേബിൾ, ക്ലീനിങ് ക്യാഷ് വിൽ ഒക്കർ വൺസ് വീക്ക് പെർ ആപ്ലിക്കേഷൻ ലോഞ്ച്. ഓക്കെ, എനിക്കപ്പോൾ അത്രയൊന്നും വേണ്ട. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ഓൾഡർ ദാൻ 90 days ആണ് കൊടുക്കുന്നത്. ഞാനൊരു 10 days വല്ലതും കൊടുക്കാം. ഓട്ടോമാറ്റിക് ഡിലീറ്റ് ഓൾഡസ്റ്റ് ക്യാഷ് ഫയൽ വെൻ ക്യാഷ് എക്സീഡ്. ഇത് രണ്ടും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം കിടന്ന് എഴയുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓക്കെ കൊടുക്കുക. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
പിന്നെ ഒന്നാമത് ഇതിൻ്റെ അകത്ത് 3Dയും കൂടെയാണ്, അതുകൊണ്ട് സ്വല്പം കൂടെ ഒരു ഹാങ് ആവാനുള്ള ചാൻസ്. ഒന്നും കൂടെ നമുക്ക് എടുക്കാം. എഡിറ്റിൻ്റെ അകത്ത് പ്രിഫറൻസസിൻ്റെ അകത്ത് മീഡിയ ക്യാഷ്, അതേപോലെ മെമ്മറി ഉണ്ട്. മെമ്മറി നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിന് എത്രത്തോളം നീക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. റാം റിസർവ്ഡ് ഫോർ ദ ആപ്ലിക്കേഷൻ. അപ്പോൾ 15 GB ആണ് ഇതിന് നീക്കി വെച്ചിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഞാനിതിനൊരു ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ 15 GB എന്നുള്ള ഞാനൊരു 25 GB ആക്കി. ഇത് മാക്സിമം 15 ഇതിന് പറ്റുള്ളൂ കേട്ടോ. 15 ഇതിന് പറ്റുള്ളൂ പ്രീമിയറിൽ. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ രീതിയാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഓട്ടോ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓട്ടോ സേവ് പ്രൊജക്റ്റ്, ഇത് സേവ് ബാക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓട്ടോ സേവ് പ്രൊജക്റ്റ് നമുക്ക് വേണ്ട എങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോ സേവ് നമുക്ക് പ്രശ്നം വരത്തില്ല. അതേപോലെ ഇത് കണ്ടോ, ലൊക്കേഷൻ്റെ അകത്ത് അഡോബ്, കോമൺ, ടീംസ്, ഹബ്, ഓട്ടോ സേവ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കണം മിക്കവാറും ഇത് ഹാങ് ആവുന്നത്. കണ്ടോ, ഓട്ടോ സേവ് ഇത്രയും കിടപ്പുണ്ട് കണ്ടോ. ലോക്കൽ ഹബിൻ്റെ അകത്ത് ഓട്ടോ സേവ്, പിന്നെ 2022 അങ്ങനെ പഴയ സംഭവങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ അതിനെ എല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നോരോന്നേരം അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓട്ടോ സേവും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതും ഡിലീറ്റ് ചെയ്യുക. 20 ഡിലീറ്റ് ചെയ്യുക. പഴയ വെർഷൻസ് ഉൾപ്പെടെ എല്ലാം അതിൻ്റെ അകത്ത് കാണും, അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ്. ഓക്കെ, എന്നിട്ട് ഓക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഓട്ടോ സേവ് വർക്ക് ചെയ്യില്ല ഉണ്ടോ, കുറച്ചും കൂടെ സ്മൂത്തായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കിടന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും, കാരണം സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് അനുസരിച്ച് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, ഇതിൻ്റെ അകത്ത് ഈസിന്ന് കൊടുത്തു. ഡിസ്റ്റൻസ് ടു ഇമേജിൻ്റെ അകത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് ഡ്രാഗ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക. ഇനി പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ടിൽറ്റ് കൊടുക്കാം. ടിൽറ്റ് അല്ലെങ്കിൽ സ്ട്രില്ല് കൊടുക്കാം. ഇപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി പോകുന്നൊരു ഫീൽ വേണമെങ്കിൽ കറങ്ങി പോകുന്നൊരു ഫീൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിന് നമുക്ക് സ്ട്രില്ല് കൊടുക്കാം. സ്വല്പം ഒന്ന് മൂവ് ചെയ്യുക കണ്ടോ. ഇങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കായി സ്ട്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് സ്ട്രില്ലിന് ഒരു കീ ഇടുന്നു, അതിനെ മൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുന്നു, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നു, 0. ഓക്കെ, അത് നമ്മുടെ ചോയ്സാണ്, നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം. അവിടെ വന്നിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതൊന്നുമില്ല. ടെക്സ്റ്റിനെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, 3D ആക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമുക്ക് സ്വല്പം കൂടെ 3D ആക്കാം. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ എഫക്ട്സിൻ്റെ അകത്ത് ഈ XTR നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. എക്സ്ട്രൂഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു കളർ മാറ്റിനെ ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് എക്സ്ട്രൂഡ് ടെക്സ്റ്റിന് ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് എഫക്റ്റ് ബ്രൗസറിൽ കയറി. ഓക്കെ, എന്നിട്ട് സ്വിച്ച് ടു അഡ്വാൻസ്ഡ് UIയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ എഡിറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, എഡിറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ടെക്സ്റ്റ് റാപ്പ് അങ്ങനെയുള്ള ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ട്വീക്ക് ചെയ്യാം. ഇതാ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, യെസ് എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് നമുക്കിതിനൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് താഴോട്ട് വന്നിട്ട്, ഇപ്പോൾ എക്സ്ട്രൂഷൻ ആണെങ്കിൽ എക്സ്ട്രൂഷൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും എല്ലാം പറ്റും. ഓക്കെ, ഇനി നമ്മൾ എഫക്ട്സ് ബ്രൗസറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്ക് അതിൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ എഡിറ്റിംഗ് തന്നെയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ അകത്ത് വീണ്ടും അതിൻ്റെ സ്റ്റൈൽസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. എഫക്ട്സ് ബ്രൗസറിൽ പോവുക. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റൈൽസേ ഉള്ളൂ. ആ സ്റ്റൈൽസ് ഏതാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റൈലിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അപ്ലൈ കൊടുത്താൽ കണ്ടോ, എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. എക്സ്ട്രൂഷൻ ഡെപ്തും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അനിമേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടോ അതിൻ്റെ അകത്ത് പാത്തും ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഓറിയൻറ്റേഷനും കാര്യങ്ങളും എല്ലാം നമുക്കിങ്ങനെ കറക്കാം. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ കറങ്ങി വരും. അപ്പം പഴയത് തന്നെ മതി എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മാറിയിട്ട് എഫക്ട്സ് ബ്രൗസറിൻ്റെ അകത്ത് പോയിട്ട്
നമുക്ക് വിൻഡോയ്ക്കകത്ത് സ്വിച്ച് ടു അഡ്വാൻസ്ഡ് UI മാറ്റിയിട്ട് എഡിറ്റിംഗ് തന്നെയാണല്ലോ എപ്പോഴും. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുക, എഡിറ്റിംഗ് തന്നെയാണ്. വീണ്ടും സ്റ്റൈൽ മാത്രം മാറണമെങ്കിൽ അതിനകത്ത് ഡീഫോൾട്ടായിട്ട് അവർ കുറച്ച് സ്റ്റൈൽസേ തന്നിട്ടുള്ളൂ, അവിടെ അപ്ലൈ കൊടുക്കുക. അപ്പോൾ എഡിറ്റിംഗ് തന്നെയാണ്, പ്രോബ്ലം ഇല്ല. താഴോട്ട് വന്നു, ബെവലിൻ്റെ സ്റ്റൈൽ കോൺവെക്സ് ആണോ അങ്ങനെ കോൺകേവ് ആണോ അങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ പാത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതുണ്ടോ, നമ്മളിപ്പം ഇതിന് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുണ്ടോ, ട്രാക്കിങ്ങിന് നമ്മൾ ഒരു കീ ഫ്രെയിം ഇവിടെ ഇട്ടു. ഓക്കെ, ഇതിനെ മൂവ് ചെയ്തിട്ട് ട്രാക്കിങ്ങിനെ നമ്മൾ ഇതാ ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് അത് മാറിയേ, ഇവിടെ നിന്നൊരു കീ ഫ്രെയിം ഇടാം ലാസ്റ്റ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റിൽ കൊണ്ടുവന്നിട്ട് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നൊരു ഫീലിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ഈസിന്ന് കൊടുക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ വരുന്നൊരു ഫീൽ വരും. ഓക്കെ, ഇനി ട്രാക്കിംഗ് മാത്രമല്ല, നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ട്വീക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാം. ബേസ് ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ലീഡിങ് അഡ്ജസ്റ്റ് ചെയ്യാം, ലെറ്ററിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ സ്കെയില്. അതുപോലെ നമ്മൾ യൂസ് ഷാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നൊരു ഫീല് കിട്ടും. ഷാറ്റർ എത്രത്തോളം വേണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. അതാ ഓൺ ആക്കി കഴിഞ്ഞാൽ ഷാറ്റർ ആവും അത്. കണ്ടോ, യൂസ് ഷാറ്റർ, ഇങ്ങനെ പൊടി ഇങ്ങനെ വരുന്നൊരു സംഭവം. അതേപോലെ ഇതിൻ്റെ അകത്ത് ഷാറ്ററിൻ്റെ അകത്ത് മാറ്റി കഴിഞ്ഞാൽ ഷാറ്റർ ഡീഫോമിൻ്റെ അകത്ത് യൂസ് ഷാറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്കതിനെ പൊടിഞ്ഞ് വരുന്ന ഒരു രീതിയിൽ നമുക്കതിനെ കൊണ്ടുവരാമെന്നാണ്. കണ്ടോ, അത് വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം. വെലോസിറ്റി മിനിമം ആക്കാം, വെലോസിറ്റി. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ഫസ്റ്റ് കീ തന്നെ നമ്മൾ ഇടണം. എല്ലാം ഇട്ടാൽ മാത്രമേ സെക്കൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഫസ്റ്റ് കീ മാറ്റി കഴിഞ്ഞാൽ അതെല്ലാം പോയി. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ പോലെയും അനിമേറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ പൊസിഷനൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ടോ, സ്കെയിലും പൊസിഷനും അല്ലാതെ തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സ്കെയിൽ ഒരു സ്കെയിലിൻ്റെ അകത്ത് ഒരു കീ ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വലുതായിട്ട് വരട്ടെ. എസ് അടിക്കുന്നു, മൂവ് ചെയ്യുന്നു, ഇവിടെ മാക്സിമം വലുതായിട്ട് മൂവ് ചെയ്ത് വരും. ഇപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറുത് നമുക്ക് സ്കെയിൽ ചെയ്തിട്ട് വരും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ സ്കെയിൽ കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ സ്കെയിൽ കൊടുക്കാം. അല്ല, സ്കെയിൽ ഇവിടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇവിടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ നമുക്ക് സ്കെയിൽ കൂട്ടാം. ഓക്കെ, അങ്ങനെ ആ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്വീക്ക് ചെയ്യാം. അപ്പം എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഈ കളർ മാറ്റ് ആക്ച്വലി എന്താണ്, കളർ മാറ്റ് മാത്രം ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്ന എക്കോ എന്ന് പറഞ്ഞതാണ്. എക്കോ, ECHO, എക്കോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ലെയർ തന്നെ എടുക്കാം. എല്ലാത്തിനും നമ്മൾ ടെക്സ്റ്റ് തന്നെ എടുക്കണേ. ടെക്സ്റ്റ് അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എക്കോ എന്ന് ടൈപ്പ് ചെയ്തു, ECHO. എന്നിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് വലുതാക്കി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് എക്കോ എഫക്റ്റ് എടുക്കാം. ECHO എക്കോ. ഇതാ കിടക്കുന്നത് ടൈമിൻ്റെ അകത്ത് എക്കോ. അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടണേ, ഇതിലിടണേ, ഡ്രാഗ് ചെയ്ത്. എന്നിട്ട് നമുക്ക് എക്കോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്പർ ഓഫ് എക്കോസ് മൂവ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ എക്കോ ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. ടെക്സ്റ്റ് എക്കോ, തൽക്കാലത്തേക്ക് ടെക്സ്റ്റ് എക്കോ വേണ്ട, നമുക്ക് ഇതിനെ ചിലപ്പോൾ ഒന്ന് മൂവ് ചെയ്തിട്ടിട്ട് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. എക്കോ നമ്പർ ഓഫ് എക്കോസ് ഒരു കീ ഫ്രെയിമിൽ ഇവിടെ ഇട്ടു, രണ്ടാമത് മൂവ് ചെയ്തിട്ട് ഞാൻ 5 ആക്കി. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. ഒരു അനിമേഷനും കൂടെ ഇടാം, എന്നിട്ട് എക്കോ കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഞാൻ അതിൻ്റെ ഗ്രാഫിക്സ് ഓൺ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യേ. അതിൻ്റെ സ്കെയിൽ വാല്യൂ ഇട്ടിട്ട് ഇവിടെ നിന്ന് നമുക്ക് സ്വല്പം കൊണ്ടൊന്ന് മൂവ് ചെയ്യാം. ഉണ്ടോ, മനസ്സിലായോ? അതായത് ഞാൻ എക്കോ ടൈം നമ്പർ ഓഫ് എക്കോസ്, നമ്മൾ എന്തെങ്കിലും ഒരു അനിമേഷൻ ചെയ്യാതെ എക്കോ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനതിനെ മിഡിൽ വെച്ചിട്ട് വീണ്ടും നമ്പർ ഓഫ് എക്കോസ് കൂട്ടിക്കഴിഞ്ഞാൽ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആവും.
അപ്പോൾ എക്കോ ടൈമും സെക്കൻഡും കാര്യങ്ങളും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ. അതേപോലെ തന്നെ നമ്പർ ഓഫ് എക്കോസ് എത്ര എണ്ണം വേണമെന്നുള്ള കാര്യം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ സ്വല്പം ഒന്ന് ഹെവി ആയിരിക്കും, പക്ഷെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും കണ്ടോ. ഇപ്പോൾ സ്മൂത്തായി കണ്ടോ, സ്മൂത്തായിട്ട് അത് വർക്ക് ചെയ്തു. എക്കോസിൻ്റെ ടൈം ഞാൻ 0 ആക്കിയാൽ അതിനകത്തൊന്നും കാണത്തില്ല. എക്കോയിൻ്റെ സമയം നമുക്ക് 1 ആക്കാം. ഇതിന് നമുക്ക് മൈനസ് ആക്കാം, എക്കോ ഇൻ സെക്കൻഡ്സ്. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. മീൻസ് നമ്മളിവിടെ ഇങ്ങനെ ട്വീക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ചെറുതായിട്ട്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് എക്കോ എടുക്കാമേ. എക്കോ ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു അനിമേഷൻ വേണം. അത് എത്ര സ്പീഡായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. സ്പീഡ് ഒരു അനിമേഷൻ വന്നു ഇങ്ങനെ. എന്നിട്ട് എക്കോയിനെ ഡ്രാഗ് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്തിട്ട്, എന്നിട്ട് നമ്പർ ഓഫ് എക്കോസ് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെ. ഇതിൻ്റെ അകത്ത് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നോക്കിയേ, ഇത് കണ്ടോ, ഇൻക്രീസ് ആകുമ്പോൾ ഇങ്ങനെ വരും. ഇതാ എക്കോസ് എത്ര എണ്ണം വരും. അപ്പോൾ നമ്പർ ഓഫ് എക്കോസ് ഞാൻ 2 കൊടുത്തു. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്കോ ഇങ്ങനെ വരും. ഇതാ ഈ ഒരു ഫീലായിരിക്കും ഇപ്പോൾ അതിൽ വരുന്നത് കണ്ടോ. അപ്പോൾ ഈ എഫക്ട്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ മാത്രമല്ല ക്യാരക്ടേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ക്യാരക്ടർ സെപ്പറേറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വലുതാക്കാം. വലുതാക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇന്നൊന്ന് ഒരു 100% ആക്കിയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ക്വാളിറ്റി കുറച്ച് വെച്ചിരിക്കുകയാണേ, കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാങ് ആവും.